സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പ്രണയിച്ച ഫർസാനയെ അഫാൻ പ്രാണന് തുല്യം സ്നേഹിച്ചതാണ്. അവളെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലായിരുന്നു അഫാൻ. അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പെൺകുട്ടിയും പലരോടും പറഞ്ഞു. അങ്ങനെയാണ് ഫർസാന തനിച്ചാകാതിരിക്കാൻ അയാൾ പ്രിയപ്പെട്ടവളെയും കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് കൂട്ടുകൊലപാതകത്തിൽ പ്രതിയുടെ പെൺസുഹൃത്ത് ഫർസാനയെ അപായപ്പെടുത്തുന്നതിന് പേരമലയിലേക്ക് എത്തിച്ചത് അതീവ രഹസ്യമായിട്ടാണ്. പേരമലയിലെ വീട്ടിലെത്തും മുൻപ് അഫാനും ഫർസാനയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം CCTVയിൽ പതിഞ്ഞിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെ പേരമലയിലെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഫർസാനയ്ക്ക് അഫാന്റെ ആദ്യ ഫോൺ കോൾ. മിനിറ്റുകൾക്കകം പുതൂരിലെ വീട്ടിൽ നിന്ന് ട്യൂഷൻ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഫർസാന കുടചൂടി നടന്ന് മുക്കുന്നൂർ ജംഗ്ഷനിൽ എത്തുമ്പോൾ സമയം 3:32. പിന്നീട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്ത് വരെ ആർക്കും മുഖം കൊടുക്കാതെയുള്ള ഫർസാനയുടെ യാത്ര. പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഇടവഴിയിലൂടെ തിരിഞ്ഞ് തിരക്കു കുറഞ്ഞ കാവറയിൽ യുവതി എത്തുമ്പോൾ സമയം 3:42. തൊട്ടു പിന്നാലെ ഇരുചക്ര വാഹനത്തിൽ അഫാൻ. കാമുകിയെ കാണാതെ വന്നതോടെ വാഹനം വഴിയരികിൽ നിർത്തി ലൗഡ് സ്പീക്കറിൽ ഫർസാനയുമായുള്ള അവസാന ഫോൺ സംഭാഷണം. ഇടവഴിയിൽ യുവതി കാത്തുനിന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോയ പ്രതി പരിസരവാസികളുടെയൊന്നും ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യമായാണ് ഫർസാനയെ പേരമലയിലെ വീട്ടിലെത്തിച്ച് കൊടും കൃത്യം നടത്തിയത്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.